കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ലോകത്തിലെ ഏറ്റവും ശക്തനായ പക്ഷിയാണ് കഴുകൻ. ആകാശത്തിന്റെ രാജാവ്. 100 വർഷം വരെ ജീവിക്കുന്ന ഈ പക്ഷിക്ക് 40 വയസ്സിൽ ഒരു നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം എടുത്തില്ലെങ്കിൽ മരണം ഉറപ്പാണ്. 40 വയസ്സാകുമ്പോൾ കഴുകന്റെ കൊക്കും ചിറകുകളും ദുർബലമാകും. മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഈ അവസ്ഥയിൽ മരണം സ്വീകരിക്കുക, അല്ലെങ്കിൽ കഠിനമായ വേദന സഹിച്ചുകൊണ്ട് ഒരു നവീകരണത്തിന് തയ്യാറെടുക്കുക. കഴുകൻ കഠിനമായ വഴി തിരഞ്ഞെടുക്കുന്നു. 150 ദിവസത്തെ വേദനകരമായ അനുഭവത്തിന് ശേഷം പുതിയ കൊക്കും ചിറകുകളും ഉപയോഗിച്ച് അത് വീണ്ടും പറന്നുയരുന്നു. പഴയതിനേക്കാൾ ശക്തിയോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക്. വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ വേണ്ടിവരും. നമ്മളുടെ ഭയം, മടി, പഴയ ശീലങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. നമുക്കും പറന്നുയരാം ഉയരങ്ങളിലേക്ക്. ഒരു കഴുകനെ പോലെ നമുക്കും നേരിടാം നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഇന്ന് സെപ്റ്റംബർ 21, ലോക സമാധാന ദിനം. സമാധാന ദിനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വലിയ യുദ്ധങ്ങളും രാജ്യങ്ങളും നേതാക്കന്മാരുമായിരിക്കും വരിക. എന്നാൽ യഥാർത്ഥ സമാധാനം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. സമാധാനം എന്നത് നിശബ്ദതയല്ല, അത് മനസ്സിലാക്കലാണ്. ഒരു കൂട്ടുകാരനെ കളിയാക്കാതെ സംസാരിക്കുമ്പോൾ, ആരും കാണാതെ ഒരാളെ സഹായിക്കുമ്പോൾ, ഒരു ചെറിയ തെറ്റിന് ക്ഷമ പറയുമ്പോഴെല്ലാം സമാധാനത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പുകളാണ്. നമ്മൾ ഓരോരുത്തരും ലോക സമാധാനത്തിന്റെ അംബാസഡർമാരാണ്. നിങ്ങളുടെ ഒരു ചിരിക്ക്, ഒരു നല്ല വാക്കിന്, സ്നേഹത്തിന് ഈ ലോകത്തിൽ സമാധാനത്തിന്റെ വിത്തുകളായി മാറാനുള്ള കഴിവുണ്ട്. വലിയ മാറ്റങ്ങൾ എന്നും ചെറിയ നല്ല പ്രവൃത്തികളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ ലോക സമാധാന ദിനത്തിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ, കളിക്കളങ്ങളിൽ, വീടുകളിൽ എല്ലായിടത്തും സമാധാനം വളർത്താൻ നമുക്ക് ശ്രമിക്കാം. ലോക സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത ദിനമാണ് സെപ്റ്റംബർ 21. വിവിധ രാജ്യങ്ങളും രാഷ്ട്രീയ സംഘടനകളും സെപ്റ്റംബർ 21 സമാധാന ദിനമായി ആചരിക്കുന്നു. ഈ ദിനത്തിൽ ലോക സമാധാന ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രേഷ്ഠ ഭാഷയായ സംസ്കൃതത്തിൽ നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഗൗരി നന്ദ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയുള്ള മഹനീയമായ പ്രാർത്ഥനാഗീതം. അതെ, പൂർവികർ ആഗ്രഹിച്ചത് എന്നും ലോകസമാധാനത്തിനു വേണ്ടിയാണ്. ലോകസമാധാനം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടി. ലോകസമാധാനം നിലനിർത്താൻ പരിശ്രമം ചെയ്യേണ്ടത് ആരാണ്? അതും മനുഷ്യൻ തന്നെയാണ്. ആറ്റം ബോംബ് സ്വന്തം ഇഷ്ടത്തിന് പൊട്ടുകയില്ല, നാം പൊട്ടിക്കുകയാണ്. ആരുടെ മേലിലാണ് നാം അത് ചെയ്യുന്നത്? നമ്മളിൽ തന്നെ. അപ്പോൾ ലോകത്ത് ഭീകരവാദവും അരക്ഷിതത്വവും വളർത്തുന്നതും മനുഷ്യൻ എന്ന ബിന്ദുവിലാണ് എന്നോർക്കുക. ഒരു പഴമൊഴി ഇങ്ങനെയാണ്: മനുഷ്യൻ ആകാശത്തിൽ പക്ഷിയെപ്പോലെ പറന്നു നടക്കാൻ പഠിച്ചു, വെള്ളത്തിൽ മത്സ്യത്തെപ്പോലെ നീന്താൻ പഠിച്ചു, പക്ഷേ മനുഷ്യനെ പോലെ ജീവിക്കാൻ പഠിച്ചില്ല. ഭൂമി ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യനും സ്വന്തമാണ്. അവൻ്റെ ജീവിതത്തിനുമേൽ മറ്റൊരാൾ അധികാരം അനാവശ്യമായി നടത്തുമ്പോഴാണ് അധികാരം തകരുന്നത്. യുദ്ധം യാതൊരു പ്രശ്നത്തിനും പരിഹാരമല്ല. യുദ്ധം സമാധാനം വരുത്തുകയില്ല. ശാസ്ത്ര പുരോഗതി മനുഷ്യൻ
സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ലോകസമാധാനം ഇല്ലാതെയാകും. മറിച്ച് ആ പുരോഗതി മനുഷ്യൻ ഭൗതിക സാഹചര്യങ്ങളിൽ മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചാൽ സമാധാനം പുലരും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെ ലോകസമാധാന ദിനത്തിൽ സെന്റ് ഫിലോമിനാസിന്റെ ഓരോ മക്കളും കൈകൂപ്പുന്നു. ഇന്നത്തെ റേഡിയോ പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അറിവിനെ വെറും പുസ്തകങ്ങളിൽ ഒതുക്കാതെ ജീവിതാനുഭവങ്ങളുമായി ബന്ധിപ്പിച്ച് പഠിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. കേന്ദ്രീയ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപകൻ, പ്രശസ്തനായ എഴുത്തുകാരൻ, അഭിനേതാവ്, ബ്ലോഗർ, ഗായകൻ, ഇങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ശ്രീ സന്തോഷ് ഖാന സാർ ആണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. അനുഭവങ്ങളിലൂടെ എങ്ങനെ പഠിക്കാമെന്നും എങ്ങനെ കൂടുതൽ സർഗാത്മകമായി ചിന്തിക്കാമെന്നും അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിക്കും. Hello, dear students. I'm Santosh Khanna. It makes me immensely happy to reach out to you through your school's radio station. Let me appreciate the school management, teachers, all the staff members, and you, dear students, for this brilliant initiative of having a radio station at your school. You know, it is indeed an excellent platform for creative expression. What is creativity? You become creative when you break your own conditioning. For example, you take up a simple project of clicking photographs of your school campus, the flora and fauna of your school, and see each student would come out with a different angle, frame of the same campus. You would find some photographs surprisingly attractive because that student has seen the same campus from a different perspective. The way you look at something uninfluenced by a previous conditioning or pattern of thinking makes you creative. There is a very popular theory of multiple intelligences. It says that each person is gifted with diverse intelligence. For example, linguistic intelligence, mathematical intelligence, visual intelligence, musical intelligence, etc. Dear students, when you study a subject, try to understand, try to discover which type of intelligence is predominant in your personality. If you find that visual intelligence is predominant in your personality, like you see things and learn more. When you hear, you learn less. So in such case, make sure that any subject that is making it difficult for you to learn, you convert the concepts in that subject into visual ideas. Translate those concepts into visuals, which would help you learn it faster. For example, you are a good artist. You can draw and sketch, and you're studying a lesson in English, a story or a poem. Try to sketch the whole poem.
or the story. These days, you even have the support of technology where you can create comic strips if you give the right input. And the whole lesson takes a different level of appeal for you. After that, studying that subject or the concept is no more a burden or an effort for you. This is one of the methods I mentioned. Try this and make your learning a creative experience. If you do not experience what you learn, your learning remains incomplete. In CBSE curriculum, in our academic circles, in schools, it is called as experiential learning. Let the child experience what he or she is learning, and then learning becomes easier. Try this and make anything and everything that you do in life a blissful and creative experience. The famous painter Pablo Picasso was asked, "Sir, which is your best painting?" And he replied, "My next painting. It hasn't happened yet. It is about to happen." So if you keep that kind of a learner's mind in life, an open mind to accept life every day in its new form. You look at the sky each morning, it is not the same. Each day it is different. Look at the trees in your campus. They don't remain the same all these years. When you are aware of these minute changes in nature around you, and you keep that childlike curiosity towards life, anything that you do will be creative. Thank you for listening to me and wish you all the best. Let your life be blissful. Thank you. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. മഴ, ചായ, ജോൺസൺ മാഷ്. ഈ ഒരു കോമ്പിനേഷൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണൂല. അതെ അതെ, ഒരു ചായ കുടിക്കാൻ പുറത്തു പോകാൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവാണ്. ഇന്നേ ലോക സമാധാന ദിനം മാത്രമല്ല, പിന്നെ ഇന്ന് ദേശീയ ഛായാ ദിനം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വെഡ്ഡിംഗ് പാർട്ടിക്ക് പോയപ്പോൾ എത്ര വെറൈറ്റീസ് ഓഫ് ചായയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് നിനക്കറിയാമോ? ചായ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അന്ന് ഒരു ചായപ്പാട്ട് പാടിയാലോ? ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. കാലുമേലെ കാലു കയറ്റി സോഫയിൽ ഇരുന്നു നീ, കാലുമേലെ കാലു കയറ്റി സോഫയിൽ ഇരുന്നു നീ, മേനിയാകെ കോളു കയറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 21. നമ്മൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാനീയത്തിനായി മാറ്റിവെക്കപ്പെട്ട ദിവസം, ചായ ദിനം. ഒരു ചായ കുടിച്ചാലോ? ഈ ചോദ്യം കേൾക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതൊരു കേവലം ചോദ്യം മാത്രമല്ല,
മറിച്ച് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കരുതലിൻ്റെയുമെല്ലാം തുടക്കമാണ്. നമ്മുടെ പ്രഭാതങ്ങൾ ഉന്മേഷഭരിതമാക്കുന്നതും സായാഹ്നങ്ങളെ ഊഷ്മളമാക്കുന്നതും ചായയാണ്. ചായയുടെ ചരിത്രം അങ്ങ് ചൈനയിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിലും ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ചായ ജനകീയമാക്കിയതെങ്കിലും നമ്മൾ അതിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. കടുപ്പത്തിലൊരു കട്ടൻ ചായയും മധുരമുള്ള പാൽ ചായയും ഇഞ്ചിയും ഏലക്കയും ഇട്ട മസാല ചായയുമെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി. ഒരു പാനീയം എന്നതിലുപരി ചായ ഒരു വികാരമാണ്. മഴ പെയ്യുമ്പോൾ ചൂടുള്ള ഒരു കപ്പ് ചായ നൽകുന്ന അനുഭൂതി, സുഹൃത്തുക്കളോടൊപ്പം ചായക്കടയിലിരുന്ന് നാട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ സന്തോഷം, ജോലി തിരക്കിനിടയിൽ ഒരു ചായ നൽകുന്ന ആശ്വാസം, ഇവയെല്ലാം പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയാണ്. നമ്മുടെ നാട്ടിലെ ചായക്കടകൾ വെറും ഒരു കച്ചവട സ്ഥാപനം മാത്രമല്ല, അത് നാടിൻ്റെ സ്പന്ദനങ്ങൾ ഒത്തുചേരുന്ന ഒരിടമാണ്. അവിടെയാണ് സൗഹൃദങ്ങൾ പൂക്കുന്നത്, രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിക്കുന്നത്, പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നത്. ഈ ദിനത്തിൽ മൂന്നാറിലെയും ആസാമിലെയുമെല്ലാം തേയിലത്തോട്ടങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെ നമുക്ക് ഓർക്കാം. നാം ഓരോ തവണയും ചായ കുടിക്കുമ്പോൾ അതിനു പിന്നിൽ അവരുടെ വിയർപ്പിൻ്റെയും പ്രയത്നത്തിൻ്റെയും കഥയുണ്ട്. അതുകൊണ്ട് ഈ ചായ ദിനത്തിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചായയെ ആഘോഷിക്കാം, ചായയോടുള്ള ഇഷ്ടം പങ്കുവയ്ക്കാം, ചായ ഒരുക്കുന്ന ബന്ധങ്ങളെ നമുക്ക് വിലമതിക്കാം. എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഏവർക്കും ഹൃദയം നിറഞ്ഞ ചായ ദിനാശംസകൾ. ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിയും, അവ ഓർമ്മകളെ തിരികെ കൊണ്ടുവരും. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടരും. അതാണ് മലയാളം മെലഡികൾ. അക്ഷരങ്ങളും ഈണങ്ങളും ചേർന്ന ഈ മാന്ത്രിക ലോകത്തേക്ക് നമുക്ക് യാത്ര തുടങ്ങാം. ഓർമ്മകളുടെ ഒരു നനുത്ത പുതപ്പ് പോലെ മലയാളം മെലഡികൾ നിങ്ങളെ പൊതിയട്ടെ. മലയാളം ഫ്യൂഷൻ ഗാനവുമായി എത്തുന്നു 7Bയിലെ ഗേൾസ് ടീം. മഞ്ഞുതീരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിരും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നും എന്നും ഒരു പുഴയായി. ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയെ. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായൽ വീണേ, കുഞ്ഞളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോരും നേരം മഞ്ഞളിൽ തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അരളിയുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, പൊന്നി മഞ്ചാടി കുന്നിലേറാം. വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായൽ വീണേ,
കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നതെന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേങ്കിളി. വെയിൽ വന്ന് പോയതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേങ്കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഓമനേ നീ വരും നാളുമെണ്ണിയിരുന്നു ഞാൻ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം. വെള്ളാങ്കല്ലിൽ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. എന്നെ പോരാത്തു വാവേ വാവാച്ചി, കുന്നിൽ കുരു കുത്തി നുള്ളി പറിച്ചിട്ട് പിന്നീടൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന ചന്ദ്രകലമാനെ കൊണ്ടുത്തരാം. പുഞ്ചിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം. ഇന്ന് സെപ്റ്റംബർ 21, ലോക അൽഷിമേഴ്സ് ദിനം. ഓർമ്മകൾ മരിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ദിനം. സ്വന്തം പേര് പോലും മറന്നുപോകുന്ന, താൻ ജീവിച്ച ജീവിതം പോലും ഓർമ്മയില്ലാത്ത മനുഷ്യരുടെ കഥകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അത്തരത്തിൽ നമ്മുടെ എല്ലാം ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കഥ പറയാൻ ഇതാ എത്തുന്നു 7Bയിൽ നിന്നും ആഷുൽ വിൻസെന്റ്. അന്ന് വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു. ഉമ്മറത്ത് മുത്തശ്ശനോടൊപ്പം മഴ കണ്ടിരിക്കുകയായിരുന്നു ആമി. മഴത്തുള്ളികൾ മണ്ണിൽ വീഴുമ്പോൾ ഉയരുന്ന മണം അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ മണം മുത്തശ്ശൻ അറിയുന്നുണ്ടോ എന്നവൾക്ക് സംശയമായി. മുത്തശ്ശൻ ഒരു ശൂന്യതയിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശ, ഇത് നമ്മുടെ വീടല്ലേ? ആമി പതിയെ ചോദിച്ചു. മുത്തശ്ശൻ ഞെട്ടിയുണർന്നതുപോലെ അവളെ നോക്കി. ആര്? ഞാൻ എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു ഭയം മിന്നിമറഞ്ഞു. ആമിയുടെ ഉള്ളിൽ ദേഷ്യം തികട്ടി വന്നു. എത്ര തവണയാണ് ഈ ചോദ്യം? ഞാൻ ആമിയാണ്, മുത്തശ്ശൻ്റെ കൊച്ചുമകൾ. എത്ര തവണ പറയണം? അവൾ അറിയാതെ ശബ്ദമുയർത്തി. അവളുടെ ദേഷ്യം കണ്ടപ്പോൾ മുത്തശ്ശൻ വിഷമത്തോടെ തലകുനിച്ചു. എന്താ മോനെ ഞാൻ ഓർക്കാത്തത്? എൻ്റെ തെറ്റല്ലല്ലോ. ആ വാക്കുകൾ ഒരു ചെറിയ കുട്ടിയുടേതുപോലെ ദുർബലമായിരുന്നു. അത് കേട്ട് ആമിക്ക് സങ്കടമായി. താൻ മുത്തശ്ശനോടല്ല, ഈ രോഗത്തോടാണ് ദേഷ്യപ്പെടേണ്ടതെന്ന് അവൾ മനസ്സിലാക്കി. അസുഖം മുത്തശ്ശനെ ഒരു ഓർമ്മകളിൽ നിന്നും മറ്റൊരു ഓർമ്മയിലേക്ക് പറിച്ചെറിയുന്നു. ഓർമ്മകൾക്ക് ഒരു പിടിയും കൊടുക്കാതെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, അസുഖം അദ്ദേഹത്തിൻ്റെ ശത്രു മാത്രമല്ല, തൻ്റെയും ശത്രുവാണ്. അവൾ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നീങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൃദുവായി പിടിച്ചു. മുത്തശ്ശ, എനിക്ക് ഈ അസുഖത്തെയാണ് ഇഷ്ടമല്ലാത്തത്, മുത്തശ്ശനെ അല്ല, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മുത്തശ്ശൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു.
ആ പുഞ്ചിരിയിൽ മറന്നുപോയ 1000 ഓർമ്മകളുണ്ടെന്ന് അവൾക്ക് തോന്നി. അന്നു മുതൽ ആമി മുത്തശ്ശനോട് ദേഷ്യപ്പെട്ടില്ല. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചില്ല. പകരം പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെയിരുന്നു മഴ കണ്ടു. ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കൊടുത്തു. മുത്തശ്ശൻ്റെ ഓർമ്മകൾ മാഞ്ഞുപോയപ്പോഴും അവർക്കിടയിലെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയ്ക്ക് ഒട്ടും കുറവ് വന്നില്ല. കാരണം ഓർമ്മകൾക്ക് ഒരു അവസാനമുണ്ടാകാം, പക്ഷേ സ്നേഹത്തിന് അതിരുകളില്ല. അടുക്കളയുടെ സ്നേഹവും അമ്മയുടെ രുചിക്കൂട്ടും എന്നും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇന്നീ വേദിയിൽ ആ സ്നേഹത്തിന്റെ കൈപുണ്യവുമായി എത്തുന്നു പ്രവ്യയും പ്രവ്യയുടെ പ്രിയപ്പെട്ട അമ്മയും. സാധാരണ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് അവർ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതെ, കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു പ്രത്യേക ആവേശം വരും. അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. വൈകുന്നേരം ആയില്ലേ, എന്തെങ്കിലും ഉണ്ടാക്കി തരോ? പിന്നെന്താ, നമുക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ? മുട്ട ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം, പക്ഷെ കുറേ ടൈം എടുക്കൂലേ? വേണ്ട, നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് കുറേ സാധനങ്ങൾ വേണോ? വേണ്ട, നമുക്ക് മുട്ടയും സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. പിന്നെന്താ പ്രവ്യ, അപ്പോൾ സവാളയും തക്കാളിയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞ് വെക്കും. അപ്പോഴേക്കും അമ്മ ബിരിയാണി അരി നന്നായിട്ട് കഴുകി എടുക്കാം. 1 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ഞാൻ അരിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്കർ എടുക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് സവാള, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, മല്ലി ഇല, പിന്നെ വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് വരട്ടുക. അതൊരുമാതിരി മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നമ്മളുടെ മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് ചിക്കുക. ചിക്കിയതിന് ശേഷം അതൊരു പാനിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് അരി അത് കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചിക്കിയത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് നോക്കണേ. ഉപ്പ് നോക്കിയിട്ട് ഇളക്കുക. എന്നിട്ട് കുക്കർ അടച്ച് 1 വിസിൽ കേൾപ്പിക്കുക. ഉടനെ തന്നെ ഓഫാക്കുക. കുക്കറിൻ്റെ വിസിലിൻ്റെ ആവി പോകുന്നത് വരെ പെട്ടെന്നൊന്നും തുറക്കരുത്, അത് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും. അത് കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി റെഡി. ഇത്ര പെട്ടെന്നോ? അതെ, ഞാൻ പറഞ്ഞില്ലേ വേഗത്തിനാകുമെന്ന്. എങ്ങനെയുണ്ട്? ചൂടാറിയതിന് ശേഷം കഴിച്ച് നോക്കിയേ, ടേസ്റ്റ് ഉണ്ടാവും. നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. താങ്ക് യു അമ്മേ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തു വായിക്കുന്നത് ആരാണെന്നറിയാമോ സാധികേ? Without even thinking, I can say it's Devika. Yes, so let's listen to a book review by Devika. KB ശ്രീദേവി എഴുതിയ കാരക്കലമ്മയെക്കുറിച്ചാണ് ദേവിക ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. പന്തിരുകുലത്തിലെ ഏക പെൺ സന്താനമാണ് കാരക്കലമ്മ. ഭാരതപ്പുഴയോരത്തെ ഒരു ആൽമരച്ചോട്ടിൽ കിടന്നിരുന്ന കുഞ്ഞ് വിധിവശാൽ ധനവും പ്രതാപവും പ്രഭുത്വവും കൊണ്ട് കേൾവി കേട്ട കവളപ്പാറ കൊട്ടാരത്തിലെ അരുമയായി വളരുന്നു.
ഭേദചിന്ത കൂടാതെ ഏവരുടെയും ദുരിതങ്ങളിൽ അവൾ സ്വാന്തനമായി തീർന്നു. ദുഷ്ടവിചാരങ്ങൾ കളഞ്ഞ് മനസ്സ് ശുദ്ധമാക്കൂ, അതിൽ ബാലഗോപാലനെ പ്രതിഷ്ഠിക്കൂ. ഇതായിരുന്നു ദുഃഖിതർക്കുള്ള കാരയ്ക്കലമ്മയുടെ ജീവിത പ്രമാണം. കാലാന്തരെ അവൾ സ്വസഹോദരങ്ങളെ കണ്ടെത്തുന്നു. മാതാവിൻ്റെ ശ്രാദ്ധത്തിൽ പങ്കുചേരുന്നു. പുത്രീലാഭമുണ്ടാകുന്നു. ഒടുവിൽ ധ്യാനനിരതയായി ത്രികാലങ്ങളെ അതിക്രമിച്ച് പരമപദം പ്രാപിക്കുന്നു. കാരയ്ക്കലമ്മ ചരിത്രത്തിലെ സുപ്രധാന ഏടുകളാണ് പറയിവെറ്റ് പന്തിരുകുലം പരമ്പരയിലെ ഈ ഗ്രന്ഥത്തിൽ. Rabindranath Tagore, poetry is a celebration of life, nature, love, and our connection to the divine. Each of his poems is a unique gem, reflecting the beauty of complexity of human existence. To honor his legacy, Aisha Minha of class 7B is here to recite a poem written by Rabindranath Tagore. Sky is full of the sun and the stars. The universe is full of life. All among this, I have found a place, and in wonder and amazement I sing. The world is swayed by eternity's rushing tide, rising and falling. I have felt it stuck in my blood, racing through my veins, and in wonder and amazement I sing. While walking in the woodlands, with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around, and in wonder and amazement I sing. I have pricked my ears. I have opened my eyes. I have bared my heart to the word. In the midst of known, I have sought the unknown, and in wonder and amazement I sing. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മലബാറിന്റെ തനത് കലാരൂപമായ മാപ്പിളപ്പാട്ട് അറബി മലയാളം സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ പിറവിയെടുത്ത മധുരമായ ഇനങ്ങളാണ്. കാവ്യഭാഷയുടെ സൗന്ദര്യവും ഇശലുകളുടെ മാസ്മരികതയും സമ്മേളിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടുമായി എത്തുന്നു 7Bയിൽ നിന്നും റിൻഫാൻ റിഷാദ് മുഹമ്മദ്. തിങ്കൾ റസൂലുള്ളാഹി തീരമണലാലെങ്കമേറ്റിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഹ ജാഹ. യാ റസൂലേ യാ ഷഫീയേ യാ മുസമ്മിലരേ. ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ. ഐറിൻ വചന മന്ത്രമോദി അഖിലം പാടിയ റസൂലേ. പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുക്തലാം നബിയോ. ആശിവംശ ഖുറൈശി മലരെ ആലമുക്തം മുഖരത്തനൂറ്. ആത്തിമുൻ നബി ആമിദുൻ നബി മുർസൽ നബിയോരേ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാലെങ്ങകമേറ്റിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. ഒരു കഥാപാത്രത്തിലൂടെ ഒരു കഥ മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കലയാണ് മോണോ ആക്ട്. ഒരു നടൻ അല്ലെങ്കിൽ നടി ഒറ്റയ്ക്കൊരു ലോകം സൃഷ്ടിക്കുന്ന അത്ഭുതമാണിത്. ശബ്ദത്തിലൂടെയും ചലനങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും അവർ നമ്മളെ കഥയുടെ ഭാഗമാക്കുന്നു. അത്തരമൊരു അതുല്യമായ പ്രകടനത്തിലൂടെ നമ്മെ അത്ഭുതപ്പെടുത്താനായി ഇതാ എത്തുന്നു 7Bയിലെ ക്ലാസ് ലീഡർ ആഷ്ന MS. ഹായ് കൂട്ടുകാരെ, ഇന്ന് SSLCയുടെ റിസൾട്ട് വരുന്ന ദിവസമാടാ. നിനക്ക് എത്ര A+ ഉണ്ട്? ഫുൾ A+ഓ? അമ്മോ അമ്മോ ഒന്ന് നിക്കടി, നിനക്ക് എത്ര A+ ഉണ്ട്? എനിക്ക് ഫുൾ A+. നിനക്ക് എത്ര A+ ഉണ്ട്? ഞാൻ നോക്കിയില്ല, നോക്കാൻ പോവാ. എടാ അപ്പു, എടാ ഒന്ന് നിക്കടാ, നിനക്ക് എത്ര A+ ഉണ്ട്? എനിക്ക് ഫുൾ
ഇപ്രാവശ്യം നിനക്ക് ഫുൾ A+ എങ്ങാണ് ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ മുന്നിൽ എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവും. അയ്യോ, അച്ഛൻ ഇത് അറിഞ്ഞു. കഴിഞ്ഞ പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞിട്ട് ഇതാ എൻ്റെ ഈ കാലിൽ ചട്ടകം വെച്ച് പൊള്ളിച്ചു. 3 ദിവസം ഞാൻ പേടിച്ച് പനി പിടിച്ച് കിടന്നേ. ഇവിടെ വാടി. കഴിഞ്ഞ മോഡൽ എക്സാമിന് നിനക്ക് ഇതാണ് മാർക്കെങ്കിൽ എനിക്ക് എങ്ങനെ A+ കിട്ടും? ഈ ലോഹത്തിന്റെ ചൂടൊന്ന് നീ അറിയ. എനിക്ക് പാട്ടിലും മോണാക്റ്റിനെല്ലാം 1ാം സ്ഥാനമല്ല. നിർത്തടി, അവളുടെ പാട്ടും മോണാക്റ്റും ഫുൾ A+. അതിൽ കുറഞ്ഞത് വാങ്ങി നീ വീടിന്റെ ഗേറ്റ് കടക്കരുത് കേട്ടോ. അയ്യോ, ഞാൻ വീട്ടിൽ ചെന്നാൽ അമ്മ പട്ടിണിക്കിടും, അച്ഛൻ ചട്ടകം വെച്ച് പൊള്ളിക്കും. ഫുൾ A+ ഇല്ലാത്ത കുട്ടികൾക്ക് എന്താ ജീവിക്കണ്ടേ? എനിക്കിനി അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, എനിക്ക് കയർ മതി. നിങ്ങൾക്കറിയോ, എനിക്ക് പഠിക്കാൻ നല്ല ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു ഞാൻ. അതില്ലാണ്ടാക്കിയത് ഇവർ സമൂഹമാണ്. പഠിക്കെന്ന് പറഞ്ഞ് ഇവരെന്നെ ഒരു ഭ്രാന്തിനെ പോലെ ആക്കി. ഇപ്പോൾ എനിക്ക് പഠിത്തമേ ഇഷ്ടമല്ല. എനിക്കിനി ഒന്നും വേണ്ട, പഠിത്തവും വേണ്ട, കലയും. ഫുൾ A+ ഇല്ലാത്ത ഞാനിനി എന്ത്? എനിക്കിനി ഈ കയർ മാത്രം മതി. എല്ലാം തീരാൻ പോവുക. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ചെന്നു ചാടുന്നത് ലഹരി മാർഫിയുടെ കയ്യിലോ അല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കാം. അങ്ങനെയുള്ളവരുടെ തോളിത്തട്ടി 2 വാക്ക് പൊട്ടി സാരമില്ല. ഈ ലോകം അക്കാഡമിയുടെ വിജയങ്ങൾക്ക് മാത്രമുള്ളതല്ല. വിവിധ കഴിവുകൾ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവട്ടെ. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ചില പാട്ടുകൾ കേൾക്കാൻ മാത്രമുള്ളതല്ല, അതിലെ ഓരോ വരിയും ഒരു കഥയാണ്. ചിന്തകളെ വെല്ലുവിളിക്കുകയും സമൂഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന റാപ്പ് സംഗീതം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 7Bയിൽ നിന്നും ശ്രുതി. കാട്ടുമരത്തിലും മനമുറിഞ്ഞേ, കാക്കിഭൂതങ്ങൾ വല നിറഞ്ഞേ, യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ. കാട്ടുമരത്തിലും മനമുറിഞ്ഞേ, കാക്കിഭൂതങ്ങൾ വല നിറഞ്ഞേ, യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ. അമ്മ മരമൊരുത്തി നിന്റെ മാറത്തുളഞ്ഞല്ലോ, വരയും കടലും പെരും കാട് കളർന്നല്ലോ, വരയും മുറിനടക്കും അറിവിൽ രണമെടുക്കും വരവുപോൾ കരിഞ്ഞല്ലോ. പൂങ്കാവനത്തിലോ പോര്, നിന്നെ കാണാൻ കൊതിച്ചതെല്ലാം ആര്? നിന്നെ ചത്ത് നീതിക്കൊപ്പം നേരെ കുരുതി കൂട്ട് നിന്നവര് ആര്? മരക്കിളിയേ മരക്കിളയെ മനിത മരമരത്തിൽ മരമില്ലയേ, മരക്കിളയെ മരക്കിളിലേ മനിത മരമരത്തിൽ മരമില്ലയേ. ഓരോ ചെടിക്കും ഓരോ പൊരുള്, അത് നീയോ പഠിക്കും ഓരോ തുരുള്. ശരിയില്ലേ അത് നീതി സൂര്യനോ നെരിയില്ലേ. ഓരോ ചെടിക്കും ഓരോ പൊരുള്, ഒന്നെ നിരോ മണിനോരോ പൊരുള്. മണിയെ കഴിഞ്ഞു വീണുന്നിരുന്നില്ലേ, നിന്നെ നീതി സൂര്യനോ എരിയില്ലേ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ ഇറങ്ങമങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മധു തമ്മിൽ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കിൽ നീ ഉയരത്തി പറക്ക്. ചെറിയ പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാം നമുക്ക്. അതൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കളികളിലൊപ്പം തോട്ടം. വയറ് നിറക്കാനല്ലേ നെട്ടോട്ടം, വരയിലൊടുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി പോലെയെല്ലാം ആശയം അതുക്കത്തൊട്ട്, കണ്ണുനീര് പണ്ടി ഉള്ള പൂച്ച വിലങ്ങിട്ട്. ഉച്ച ജീവിതത്തിൽ ആശയമ ജല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി കുത്തയിരുട്ട്. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും അറിയില്ലടാ. ഉച്ചവെയിലത്ത് മാട് പോലെ ഉരച്ചിട്ട്
അന്തിമയങ്ങുമ്പോൾ അടിക്കള്ള് കുടിച്ചിട്ട് പിച്ച വെച്ചതെല്ലാം പെരിയാറി മടുത്തിട്ട് കപ്പലൊച്ചയല്ലോ താരാട്ട് പാട്ട് അടുമാനുമാനടങ്ങിയെല്ലാം ജീവിച്ചിട്ട് ഒറ്റ ജീവിതത്തിൽ കണ്ണുപൂരിയില്ല പൂട്ടെ വിലങ്ങിട്ട് ഉച്ച ജീവിതത്തിൽ ആശയമതൊക്കെ തൊട്ട് കണ്ണു നിരപ്പാട്ടി പുല്ല പൂച്ച വിലങ്ങ് ഈ വിരിച്ച പുല്ല പുലി വാലിടാ കണ്ടാമൃഗത്തിൻ്റെ തോടാ അഴുകിപ്പിറന്നവനാണടാ അഴി ധ്രുവങ്ങൾ നീണ്ടുന്ന ആളിടാ പദവി പണമൊന്നും വേണ്ടടാ ഇരവ് നമുക്കുള്ളതാണടാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഊരിക്ക് ഗുണമുള്ള തോളിടാ കുന്ത്രതന്ത്ര മന്ത്രമൊന്നും പറയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കുന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കുന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കുന്ത്രതന്ത്ര മന്ത്രമൊന്നും പറയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ പെരിയാറിൻ മരുമകനല്ലേണ്ടാ തൊടുമ്പഴല്ല മലിനമല്ലേ അടയാളങ്ങളുടഞ്ഞവരല്ലേ വിശ്വസിച്ച് നല്ല പുക പടലമല്ലേ പെരിയാറിൻ അരുമകനല്ലേണ്ടാ തൊടുമ്പഴല്ല മലിനമല്ലേ അടയാളങ്ങളുടഞ്ഞവരല്ലേ വിശ്വസിച്ച നല്ല പുക പടലമല്ലേ. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് 7Bയിൽ നിന്നും ശ്രേയ VS. നമ്മുടെ സ്കൂളിലെ ആനുവൽ അത്ലറ്റിക് മീറ്റ് 2025 സെപ്റ്റംബർ 11, 12 എന്നീ തീയതികളിൽ നടത്തപ്പെട്ടു. ആനുവൽ അത്ലറ്റിക് മീറ്റിൽ ഗ്രീൻ ഹൗസ് 125 പോയിന്റും ബ്ലൂ ഹൗസ് 154 പോയിന്റും റെഡ് ഹൗസ് 158 പോയിന്റും നേടി. 201 പോയിന്റ് നേടിക്കൊണ്ട് സ്പോർട്സ് മീറ്റിൽ യെല്ലോ ഹൗസ് 1-ാം സ്ഥാനത്തെത്തി. പറവൂർ ഉപജില്ല വിദ്യാരംഗം സർഗോത്സവം മത്സരങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗം കവിതാലാപനത്തിന് നമ്മുടെ വിദ്യാലയത്തിലെ ദാവിദ് പോൾ 1-ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗം ചിത്രരചനയ്ക്ക് ഗൗരീശങ്കർ NS 3-ാം സ്ഥാനവും UP വിഭാഗം ചിത്രരചന മത്സരത്തിൽ ഗൗരീനന്ദ NS 2-ാം സ്ഥാനവും കരസ്ഥമാക്കി നമ്മുടെ വിദ്യാലയത്തിൻ്റെ യശസ്സുയർത്തി. 8, 9, 10 എന്നീ ക്ലാസുകളിലെ ടീൻസ് ക്ലബ് മെമ്പേഴ്സിൽ നിന്നും 9 കുട്ടികളെ വീതം തിരഞ്ഞെടുത്ത് ക്ലാസ് കൗൺസിൽ രൂപീകരിക്കുകയുണ്ടായി. ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തപ്പെട്ട ക്വിസ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ കലോത്സവം ആരവം 2K25 സെപ്റ്റംബർ 18, 19 എന്നീ തീയതികളിൽ നടത്തപ്പെട്ടു. നന്ദി, നമസ്കാരം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദേശീയ ഛായാ ദിനത്തിൻ്റെ മധുരം നാവിലൊതുക്കി ലോക സമാധാന ദിനത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിൽ നിറച്ച് അൽഷിമേഴ്സ് ദിനത്തിൻ്റെ ഓർമ്മകൾക്ക് കരുതലേകി ഒപ്പം നിങ്ങളുടെ ഇഷ്ടവിഭവങ്ങളായ പാട്ടുകളും കവിതകളും ചിരികളുമായി നമ്മുടെ ഈ റേഡിയോ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് അറിവുകളും ചിരികളും നിറഞ്ഞ ഈ നിമിഷങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓർക്കുക, ഓരോ ദിവസവും പുതിയ അറിവുകൾ നേടാനുള്ള അവസരമാണ്. ഓരോ മനുഷ്യനും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഇടമാണ്. സമാധാനവും സ്നേഹവുമാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിനായി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. ഇവിടെ ഒരു ചെറിയ കവിത ഓർമ്മിപ്പിക്കട്ടെ. നാം വളരും തോറും ഈ ലോകം ഒരു പുതിയ പുസ്തകം പോലെയാകും. ഓരോ പുതിയ അറിവും ഒരു പുതിയ പേജായിരിക്കും. വായിക്കാൻ ഇനിയും എത്രയോ ബാക്കി. അതുകൊണ്ട് അറിവിനായുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു മനോഹരമായ റേഡിയോ പ്രിയോർ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നത് വരെ കാത്തിരിക്കുക. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. 7Bയിലെ കൂട്ടുകാർക്കും പ്രീത ടീച്ചറിനൊപ്പം ഞാൻ RJ സാധിക ശ്രീകുമാർ ആൻഡ് RJ ഗൗരി നന്ദ NS signing off. You are listening to Radio Prior presented by Little Kites, St. Philomena's HSS Kunamav. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങൾ
ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ കളകള ഒഴുകി വരും കുളിരലയിൻ നാദം അലകടലിൽ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ